ശബരിമലയിൽ നിർണായക നീക്കവുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ക്ഷേത്രം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗൃഹസന്ദർശനവും ഒപ്പുശേഖരണവും നടത്തും. ശബരിമലയുടെ സംരക്ഷണത്തിന് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടിയുള്ള ക്യാമ്പയിനെന്ന് രാജീവ് ചന്ദ്രശേഖർ. വിവാദങ്ങൾ ശബരിമലയെ തകർക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയെന്ന് കെ. സുരേന്ദ്രൻ. ക്യാമ്പയിൻ പ്രഖ്യാപനം ജനം TV ലൈവത്തോണിൽ. ജനം ലൈവത്തോൺ ഇംപാക്ട്. മണ്ഡലകാല തീർത്ഥാടനത്തിന് 9 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിലെ സർക്കാർ അനാസ്ഥകൾ തുറന്നുകാട്ടിയ ജനം TV ലൈവത്തോൺ ശബരിമല വിമോചനം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിന്റെ നിർണായക നീക്കത്തിന്റെ പ്രഖ്യാപന വേദിയായി മാറി. ശബരിമല ക്ഷേത്രം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗൃഹസന്ദർശനവും ഒപ്പുശേഖരണവും ബി.ജെ.പി. നടത്തും. ശബരിമലയുടെ സംരക്ഷണത്തിന് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടിയാണ് ക്യാമ്പയിൻ. ഞങ്ങളിപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും പോയി ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ തുടങ്ങുക. സെൻട്രൽ ഗവൺമെന്റ് ശബരിമലയിൽ ഇവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. മലയാളി വിശ്വാസികളുടെ മാത്രമല്ല ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കർണാടകേൻ്റെ വിശ്വാസികളുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്, ആന്ധ്രാപ്രദേശിലുമുണ്ട്. ഇതൊരു ഓൾ ഇന്ത്യ ഗ്ലോബൽ പുണ്യസ്ഥലമാണ് ശബരിമല. അപ്പോൾ ശബരിമലയെ സംരക്ഷിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ വഴി സെൻട്രൽ ഗവൺമെൻറ്റും നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ഇടപെടുത്തി ഇതിൽ ഇൻ്റർവീൻ ചെയ്ത് ഒരു പ്രൊട്ടക്ഷനും പ്ലാനിങ്ങും ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് സെൻട്രൽ ഗവൺമെൻറ് നടത്തണമെന്ന് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചു. അത് ഞങ്ങൾ ഇന്ന് നാളെ തുടങ്ങും. ശബരിമലയിലും ദേവസ്വം ബോർഡിലും കഴിഞ്ഞ 30 വർഷത്തെ പ്രവർത്തനങ്ങളിൽ CAG ഓഡിറ്റ് നടത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനം TVയോട് പറഞ്ഞു. കഴിഞ്ഞ 30 കൊല്ലം ദേവസ്വം ബോർഡ് നടന്ന കാര്യങ്ങളുടെ ഒരു CAG ഓഡിറ്റ് നടക്കണം. ഇവിടെ നടന്ന കൊള്ള നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഗുരുവായൂരിലും 25 കോടി മിസ്സിംഗ് ആണ്. ശബരിമലയിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം CBI ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇത് ഒരു നിസ്സാര കാര്യമല്ല. ഒരു വിശ്വാസികളുടെ എതിരെ ദ്രോഹം മാത്രമല്ല, ഇതൊരു ക്രൈമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും നടക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ സ്വർണ്ണക്കവർച്ച അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെന്നായിരുന്നു ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ പ്രതികരണം. തീർത്ഥാടനത്തിനായി ഒരു തയ്യാറെടുപ്പും നടക്കുന്നില്ല. വിവാദങ്ങൾ ശബരിമലയെ തകർക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയാണെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഏത് നിലയിലും ശബരിമലയിൽ തീർത്ഥാടനം അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായൊരു നീക്കമാണോ നടക്കുന്നതെന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പൂർണ്ണമായിട്ടും ശബരിമലയെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഇത്തവണയും ഉണ്ടാകുന്നത്. ഇത്തവണ തീർത്ഥാടകർ വല്ലാതെ കഷ്ടപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങേയറ്റം നിന്ദ്യമായ ഒരു സമീപനമാണ്. ജനം, തിരുവനന്തപുരം.